എല്ലാവർക്കും നമസ്കാരം. മകയിരം അവസാനത്തെ 2 പാദങ്ങൾ, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങൾ എന്നീ നാളുകൾ അടങ്ങിയിട്ടുള്ള മിഥുനക്കൂറിൽ ജനിച്ചവരുടെ രാഹുകേതു മാറ്റഫലങ്ങളെ നോക്കാം. രാഹുവിൻ്റെ 10ാം ഭാവ സഞ്ചാരം മൂലം കഴിഞ്ഞ 1.5 വർഷക്കാലമായി സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽപരമായ കാര്യങ്ങളിൽ പ്രശ്നങ്ങളും, ജോലിയിലുള്ളവർക്ക് ജോലി സംബന്ധമായ പ്രശ്നങ്ങളും, കേതുവിൻ്റെ 4ാം ഭാവ സഞ്ചാരം മൂലം പലർക്കും ആരോഗ്യപരമായ പ്രശ്നങ്ങളും, വാഹന രീതിയിൽ ചെലവുകളും, വാങ്ങിയ സ്ഥലത്ത് വീട് വയ്ക്കാൻ ശ്രമിച്ചവർക്ക് അതിൽ തടസ്സങ്ങളും നേരിടേണ്ടി വന്നു കാണും. 2025 മെയ് 18-ാം തീയതി രാഹുവും കേതുവും രാശി മാറുന്നതോടെ മിഥുനക്കൂറുകാർക്ക് ഇതുപോലെയുള്ള തടസ്സങ്ങളെല്ലാം മാറുകയും അനുകൂല ഫലങ്ങൾ ലഭിച്ചു തുടങ്ങുന്നതുമാണ്. വസ്തുസംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കും. ആത്മീയപരമായ യാത്രകൾ പോകാൻ സാധിക്കും. ശരീരത്തിൽ കടങ്ങളുള്ളവർക്ക് അതിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും. ആത്മവിശ്വാസം അധികരിക്കും. കുടുംബത്തിലെ മുതിർന്നവരുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാകും. അതേസമയം സഹോദരങ്ങളുമായി ഇടയ്ക്കിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു പോകും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുകയും പരീക്ഷകളിൽ പ്രതീക്ഷിച്ച വിജയം നേടാൻ സാധിക്കുന്നതുമാണ്. ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങൾ മാറും. പഠനകാര്യങ്ങൾക്ക് വേണ്ടി വിദേശത്ത് പോകാനുള്ള അവസരം ലഭിക്കും. കലാകായിക മത്സരങ്ങളിലും താൽപ്പര്യം വർദ്ധിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുമെങ്കിലും ജോലിഭാരം പൊതുവെ കൂടുതലായിരിക്കും. ചിലർക്ക് സ്ഥലം മാറ്റവും ഉണ്ടാകും. ജോലിയുമായി ബന്ധപ്പെട്ട് യാത്രകൾ ചെയ്യുന്നത് മൂലം ക്ഷീണം അനുഭവപ്പെടും. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് ലാഭം അധികരിക്കും. തൊഴിൽ മേഖലയിലുള്ളവർ പരിചയസമ്പന്നരായ ആളുകളിൽ നിന്നുള്ള ഉപദേശം നേടുന്നത് ഗുണം ചെയ്യും. കലാകാരന്മാർക്കും കലയുമായി ബന്ധപ്പെട്ട മേഖലയിലുള്ളവർക്കും മനസ്സിലെ ആശയക്കുഴപ്പം മാറുകയും നിരവധി അവസരങ്ങൾ തേടിയെത്തുന്നതുമാണ്. വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്കിടയിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറും. സാമ്പത്തിക പ്രതിസന്ധികൾ കുറയും. മൊത്തത്തിൽ നോക്കുമ്പോൾ വരാൻ പോകുന്ന രാഹുകേതു മാറ്റം മിഥുനക്കൂറുകാർക്ക് അനുകൂല ഫലങ്ങളെ നൽകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മിഥുനക്കൂറിൽ ജനിച്ചവരുടെ രാഹുകേതു മാറ്റഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കർക്കിടകക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.